നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹർത്താലിനെതിരെ വിമർശനവുമായി ഉമ്മൻചാണ്ടി. ജനാധിപത്യപരമായി എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, എന്നാൽ അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കണമെന്നും ഉമ്മൻചാണ്ടി. PK ഗോപാലൻ അനുസ്മരണവും INTUC ജില്ലാ പ്രതിനിധി സമ്മേളനവും കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്തു. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവിക്ക് സ്ഥാനചലനം. സ്ഥാപനത്തിൽ പ്രൊഫസറായി മാത്രം നിലനിൽക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ്. വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി വീണ്ടും സമരത്തിലേക്ക്. മുൻ സമരങ്ങളിലെ ഒത്തുതീർപ്പ് തീരുമാനങ്ങൾ അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മൂന്നാം ഘട്ട സമരം. ദ്വാരക സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന കർമ്മസമിതി. വിദ്യാർത്ഥിയുടെ കുടുംബത്തെ MLA OR കേളു സന്ദർശിച്ചു. ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണത്തിലെ വീഴ്ച മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാട്ടാന ചവിട്ടിക്കൊന്നെന്ന് പ്രചരിപ്പിച്ച ജീപ്പ് ഡ്രൈവറെ കൊന്ന കേസിൽ 4ാം പ്രതി അറസ്റ്റിൽ. അരണപ്പാറ സ്വദേശി ഷാഹുലിനെയാണ് തിരുനെല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. PMKSY പദ്ധതി അട്ടിമറിക്കുന്നു. സബ്സിഡി ലഭിച്ചിട്ട് 2 വർഷം. കർഷകർ ദുരിതത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. കർമ്മകാലം മുഴുവൻ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച നേതാവായിരുന്നു INTUC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിരുന്ന PK ഗോപാലനെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. INTUC ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച PK ഗോപാലൻ അനുസ്മരണവും ജില്ലാ പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാതൃകയായ അദ്ദേഹം INTUCയുടെ മാത്രമല്ല മുഴുവൻ തൊഴിലാളികളുടെയും നേതാവായിരുന്നു. വയനാട്ടിലെ തൊഴിലാളികളുടെ സമരം മുന്നിൽ നിന്ന് നയിച്ച PK ഗോപാലൻ തൊഴിലാളി പ്രസ്ഥാനത്തിന് തന്നെ മാതൃകയായിരുന്നെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇന്ന് പല നേതാക്കളും തൊഴിലാളികളില്ലാത്ത നേതാക്കളാണ്. ഗോപാലനായിരുന്നില്ല, തൊഴിലാളികളുള്ള സംഘടന നേതാവ് എന്ന് മാത്രമല്ല, താൻ പ്രതിദാനം ചെയ്യുന്ന തൊഴിലാളികളുടെ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത പുലർത്തി പരമാവധി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാൻ ആത്മാർത്ഥത കാട്ടി സ്വന്തം യൂണിയനിലെ തൊഴിലാളികൾ മാത്രമല്ല, മറ്റ് യൂണിയനുകളുടെ നേതാക്കളുടെയും തൊഴിലാളികളുടെയും ആ പൂർണ്ണമായ പിന്തുണ ആർജിച്ചാണ് അദ്ദേഹത്തിന് തൊഴിലാളി രംഗത്ത് ഓരോ അണികളും മുന്നോട്ട്. PK ഗോപാലന്റെ സ്മരണാർത്ഥം INTUC ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ PK ഗോപാലൻ സ്മാരക കർമ്മധീര പുരസ്കാരം മുൻ ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് ഉമ്മൻചാണ്ടി സമ്മാനിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് PP അലി അധ്യക്ഷത വഹിച്ചു. ആര്യാടൻ മുഹമ്മദ്, KC അബു, ND അപ്പച്ചൻ, KC റോസക്കുട്ടി ടീച്ചർ, KE വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. AICC ജനറൽ സെക്രട്ടറിയായി ജില്ലയിൽ ആദ്യമായി എത്തിയ ഉമ്മൻചാണ്ടിക്ക് വൻ വരവേൽപ്പാണ് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. BJP ഹർത്താലിനെതിരെ വിമർശനവുമായി ഉമ്മൻചാണ്ടി. ജനാധിപത്യപരമായി എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, എന്നാൽ അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ പറഞ്ഞു. ഹർത്താല് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമര രീതിയാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട്. ആ അവകാശത്തിന് വേണ്ടി ശക്തമായി കോൺഗ്രസ് നിൽക്കും. പക്ഷേ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാകരുത്. ഹർത്താലെന്ന് പറഞ്ഞാൽ ഒരു സമരമാർഗമായി സ്വീകരിക്കുമ്പോൾ ആ ഹർത്താലിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരോ അല്ലെങ്കിൽ മറ്റത്യാവശ്യമായിട്ടുള്ള ആളുകൾക്കോ അവർക്ക് അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയാണ്. നിശ്ചയമായും അത് ശരിയായ ഒന്നല്ല. അങ്ങനെ കോൺഗ്രസ് ആ കാര്യത്തിൽ ആ നിലപാട് ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവിക്ക് സ്ഥാനചലനം. ഡോക്ടർ പി രാജേന്ദ്രന് സ്ഥാപനത്തിലെ ഒരു പ്രൊഫസറായി മാത്രം നിലനിൽക്കാമെന്നും
സ്ഥാപനം മേധാവിയായി തുടരുവാൻ പാടില്ലെന്നും ഹൈക്കോടതിയുടെ ഉത്തരവ്. ഡോക്ടർ രാജേന്ദ്രൻ 2013 അമ്പലവയൽ കേന്ദ്ര മേധാവിയായി ചുമതലയേറ്റത്. എന്നാൽ 2017-18 വർഷത്തിലാണ് ഏറെ വിവാദങ്ങളും ഉണ്ടായത്. സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നിരുന്നു. ഇതേ തുടർന്ന് 1.5 മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ രാജേന്ദ്രനെ കാസർഗോഡ് കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവിയാക്കി സർവകലാശാല ഉത്തരവിറക്കി. കാസർഗോഡ് ADR-നെ അമ്പലവയലിലേക്കും മാറ്റിയിരുന്നു. എന്നാൽ സംഭവത്തിൽ ഡോക്ടർ രാജേന്ദ്രൻ സ്റ്റേ വാങ്ങുകയായിരുന്നു. തുടർന്ന് സർവീസിൽ തുടർന്നു. പിന്നീട് കേസ് പരിഗണിക്കുമ്പോൾ കാർഷിക സർവകലാശാലയുടെ ഭാഗം കേട്ടപ്പോഴാണ് ഡോക്ടർ രാജേന്ദ്രന് മേധാവി സ്ഥാനത്ത് തുടരാൻ കഴിയില്ലെന്നും സ്ഥാപനത്തിൽ പ്രൊഫസറായി തുടരാമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞത്. വളരെ വൈകാതെ തന്നെ പുതിയ മേധാവി ചാർജ് എടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി വീണ്ടും സമരത്തിലേക്ക്. മുൻ സമരങ്ങളിൽ ഉണ്ടായ ഒത്തുതീർപ്പ് തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന വയനാട് വൈൽഡ് ലൈഫ് വാർഡന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമിതി 3ാം ഘട്ട സമരത്തിന് തയ്യാറെടുക്കുന്നത്. സമരരീതി ചർച്ച ചെയ്യാൻ ഈ മാസം 23-ന് വടക്കനാട് ജനകീയ കൺവെൻഷൻ ചേരും. അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിൽ നിന്ന് പരിഹാരം ആവശ്യപ്പെട്ട DFO ഓഫീസിന് മുന്നിൽ 2 തവണ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയ വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതിയാണ് 3ാം ഘട്ട സമരത്തിന് തയ്യാറെടുക്കുന്നത്. മുൻപ് നടത്തിയ സമരങ്ങളെ തുടർന്നുണ്ടായ ഒത്തുതീർപ്പ് തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന വയനാട് വൈൽഡ് ലൈഫ് വാർഡന്റെ നീക്കത്തിനെതിരായാണ് വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി 3ാം ഘട്ട സമരത്തിനൊരുങ്ങുന്നത്. മുൻപ് വനംവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ച വടക്കനാട് പാക്കേജ് നടപ്പാക്കുന്നതിന് എതിരായിട്ടാണ് വനംവകുപ്പ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ വന്യമൃഗശല്യം താൽക്കാലികമായി പരിഹരിക്കുന്നതിനായി അന്തരിച്ച മുൻ MP MA ഷാനവാസ് അനുവദിച്ച 10 ലക്ഷം രൂപയുടെ പ്രവൃത്തി പോലും തടയുന്ന നടപടിയാണ് വൈൽഡ് ലൈഫ് വാർഡൻ സ്വീകരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് 3ാം ഘട്ട സമരത്തിനായി സമിതി തയ്യാറെടുക്കുന്നതെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. നമുക്കറിയാവുന്നതുപോലെ 6 മാസം മുൻപ് വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി നടത്തിയ സമരത്തെ തുടർന്നുണ്ടായ ഗവൺമെൻറ് തലത്തിലുണ്ടായ തീരുമാനങ്ങൾ നമുക്കിവിടെ അവിടെ സർവേ നടത്തി DPR തയ്യാറാക്കി എത്രയും വേഗം അവിടെ ഒരു വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ സംരക്ഷണ ഭിത്തി ഉണ്ടാക്കുക എന്ന തീരുമാനത്തിൽ പിന്നോട്ട് പോകുന്നത് പോലെ കാണുന്നു. നമുക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ DPR തയ്യാറാക്കിയിട്ട് 6 മാസത്തിന് ശേഷമായിട്ടും ഇവിടുത്തെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആ DPR-ന് തുടർന്ന് വന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വിശദീകരണ കത്തിന് 5 മാസമായിട്ടും അതിനുള്ള ഒരു മറുപടി കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദകളാണ്. 3ാം ഘട്ട സമരം ഏത് രീതിയിൽ നടത്തണമെന്ന് തീരുമാനിക്കുന്നതിനായി ഈ മാസം 23-ന് വടക്കനാട് ജനകീയ കൺവെൻഷൻ നടക്കും. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. തരുവണ പാലിയാണയിൽ +1 വിദ്യാർത്ഥി വൈഷ്ണവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. നാട്ടിൽ നടക്കുന്ന പ്രചരണം മറിച്ചുമാണ്, പഠനഭാരമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫുൾ A+ഓടുകൂടി SSLC വിജയം നേടിയ നാട്ടിലെ മാതൃകയായി ജീവിക്കുന്ന ഒരു കുഴപ്പത്തിനുമില്ലാത്ത ഒരു കുട്ടിയാണ് ഞങ്ങൾ വൈഷ്ണവ്. പോലീസ് പഴുതടച്ച അന്വേഷണം ഉണ്ടാവണമെന്നും നോബൽ മാസ്റ്റർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്നുമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വൈഷ്ണവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ MLA എത്തി. മാനന്തവാടി MLA OR കേളു, CPM ഏരിയ സെക്രട്ടറി ജസ്റ്റിൻ ബേബി തുടങ്ങിയവരാണ് വൈഷ്ണവിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയത്. പിതാവ് വിനോദിനെ കണ്ട് ആശ്വസിപ്പിച്ചാണ് MLAയും സംഘവും മടങ്ങിയത്. ആത്മഹത്യ ചെയ്ത തന്റെ മകന്റെ അന്ത്യാഭിലാഷം സാധിപ്പിക്കാൻ സഹായിക്കണമെന്ന് വൈഷ്ണവിന്റെ പിതാവ് വിനോദ് MLA OR കേളുവിനോട് ആവശ്യപ്പെട്ടു. MLA വൈഷ്ണവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയതായിരുന്നു. ദ്വാരക സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന തന്റെ മകൻ ആത്മഹത്യ ചെയ്യാൻ അധ്യാപകൻ മാത്രമാണ് കാരണക്കാരനെന്നും അധ്യാപകന്റെ മകൻ ഏറെ ഭയപ്പെട്ടിരുന്നതായും നിസ്സാര കാര്യങ്ങൾ പോലും ഇദ്ദേഹം കടുത്ത ശിക്ഷ നൽകുമായിരുന്നെന്നും സ്കൂളിലെ പ്രിൻസിപ്പലിനേക്കാൾ ഉയർന്ന അധികാരമായിരുന്നു ഇദ്ദേഹത്തിനെന്നും കുട്ടികളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ കർശന നിലപാടായിരുന്നു ഇദ്ദേഹത്തിനെന്നും വിനോദ് MLAയോട് പറഞ്ഞു. തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത വൈഷ്ണവിൻ്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനാണ് MLA എത്തിയത്. കൂടെ CPM ഏരിയ സെക്രട്ടറി ജസ്റ്റിൻ ബേബി, CPM നേതാക്കളായ KCK നജ്മുദ്ദീൻ, പ്രതീഷ് കുമാർ തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു. വയനാട് വിഷൻ, വെള്ളമുണ്ട.
CPM നേതാവ് ഭരിച്ചിരുന്ന തവിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ അനിൽകുമാർ എന്ന അനൂട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ അന്വേഷണ വീഴ്ച മുഖ്യമന്ത്രിയുടെയും DGPയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അനൂട്ടിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പോലീസും സഹകരണ വകുപ്പും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണം. ഇയാളുടെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻ മന്ത്രി PK ജയലക്ഷ്മി, അഡ്വക്കേറ്റ് NK വർഗീസ്, കർമ്മസമിതി ഭാരവാഹികളായ MG വിജു, അമൃത്രാജ്, TK ഗോപി, PK ജിതേഷ്, ജോസ് പാറക്കൽ എന്നിവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കുടുംബത്തെ മുഴുവൻ തകർത്ത ഒരു സംഭവമാണ് ഇത്. അതിന് കുറ്റക്കാരായിട്ടുള്ളവർ ആര് തന്നെയായിരുന്നാലും അത് നിയമത്തിന് മുമ്പിൽ വരണം. അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാകണം. ഒരു സാധു കുടുംബത്തിന് ഇതിപ്പോൾ ഒരു ദുരിതം ഉണ്ടാകാൻ എന്താണുള്ളത്? പിന്നെ എൻ്റെ ഗൃഹനായകൻ മരണപ്പെട്ടു. 19 വർഷം ജോലി എടുത്തിട്ട് ഒരു പൈസ പോലും മിച്ചം വെക്കാൻ സാധിച്ചിട്ടില്ല. പകരം സ്വന്തം വീടിരിക്കുന്ന ആ പറമ്പിൻ്റെ ഒരു ഭാഗം വിറ്റേച്ചാണ് അവർ മറ്റു കാര്യങ്ങൾ നോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ശ്രദ്ധയിലൊക്കെ പെടുത്താൻ കൊണ്ട് പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ മുഖ്യമന്ത്രിയുടെയും DGPയുടെയും ശ്രദ്ധയിൽ. തോൽപ്പെട്ടി അരണപ്പാറയിലെ ജീപ്പ് ഡ്രൈവർ വാഗേരി തോമസിന്റെ കൊലപാതക കേസിലെ 4ാം പ്രതി അരണപ്പാറ ചേലക്കാടൻ ഷാഹുൽ ഹമീദിനെ തിരുനെല്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക കേസിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ഗൂഢാലോചനയിൽ പങ്കാളിയാകുകയും കൊട്ടേഷൻ നൽകുകയും ചെയ്തത് ഷാഹുൽ ഹമീദാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. കേസിലെ മറ്റു പ്രതികളായ അരണപ്പാറ പരുത്തിപ്പള്ളിയിൽ ലിനു മാത്യു, വാഗേരി VD പ്രജീഷ് എന്ന ഗുണ്ടു, മണാട്ടിൽ MA നിസാർ എന്നിവരെ പോലീസ് സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. മാനന്തവാടി ASP ജയദേവിന്റെ മേൽനോട്ടത്തിലായിരുന്നു കേസ് അന്വേഷിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ഷാഹുൽ ഹമീദിനെ റിമാൻഡ് ചെയ്തു. കേന്ദ്ര സർക്കാർ കർഷകർക്ക് കുളം, കിണർ, പമ്പ് ഹൗസ് എന്നിവ നിർമ്മിക്കുന്നതിനായി PMKSY പദ്ധതിയിൽ നൽകുന്ന 50% സബ്സിഡി 2 വർഷമായും ലഭിച്ചിട്ടില്ലെന്ന് പരാതി. കാട്ടിക്കുളം നടുകുഴിയിൽ പാപ്പച്ചനാണ് 2 വർഷമായും ഒരാനുകൂല്യവും ലഭിക്കാത്തത്. ജലസേചന സൗകര്യമില്ലാത്ത കർഷകരെ സഹായിക്കുന്നതിനായാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചത്. കിണർ, കുളം, പമ്പ് സെറ്റ് എന്നിവയ്ക്കാണ് സബ്സിഡി നൽകുന്നത്. ആകെ ചെലവ് വരുന്നതിൻ്റെ 50% സബ്സിഡിയും ബാക്കി ഗുണഭോക്താവുമാണ് വഹിക്കേണ്ടത്. 8,90,000 രൂപ ബാങ്ക് വായ്പ എടുത്ത് പാപ്പച്ചൻ കിണർ കുഴിക്കുകയും പമ്പ് സെറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. ബില്ല്, ഫോട്ടോ, വാലുവേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം നൽകി. 2 വർഷം കഴിഞ്ഞിട്ടും 1 രൂപ പോലും സബ്സിഡിയായി ലഭിച്ചില്ലെന്ന് പാപ്പച്ചൻ പറയുന്നു. ജില്ലാ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. സബ്സിഡി കിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ ഞാൻ 16-17 വർഷത്തിൽ ഒരു കിണറിനും മോട്ടറിനും കൂടി കൊടുത്തിരുന്നു. തിരുനെല്ലി കൃഷിഭവനിലാണ് കൊടുത്തത്. ജില്ലാ കൃഷി ഓഫീസറാണ് ഇതിലാണ് അത് വരുന്നത്. ഞാൻ ജില്ലാ കൃഷി ഓഫീസർ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ആ പൈസ വന്നിട്ടില്ല. കിണറിന് ഒരു 822 രൂപ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് തൃപ്തിപ്പെടാനാണ് പറഞ്ഞേക്കുന്നത്. മോട്ടറിൻ്റെ ആണെങ്കിൽ ഒരു പകുതിയാണ് വേണ്ടത്. അത് എനിക്ക് 9,530 രൂപയെ കിട്ടിയത്. അത് പകുതിയില്ല. ഇതേമാതിരിയാണ് വയനാട് ജില്ലയിലെ കർഷകർ മുഴുവൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് 89,000 രൂപ ഞാൻ ലോൺ എടുത്തു. എനിക്ക് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയായി. എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടാനുള്ള നടപടി ഉണ്ടാകും. ജില്ലയിൽ ഇത്തരത്തിൽ നിരവധി കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് സബ്സിഡി ഇനത്തിൽ ലഭിക്കാനുള്ളത്. തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം 35ഓളം കർഷകർക്ക് തുക ലഭിച്ചിട്ടില്ലെന്നും പറയപ്പെടുന്നു. തുക ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, കൃഷിവകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയതായും പാപ്പച്ചൻ പറഞ്ഞു. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സഹകരണ വകുപ്പ് പിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നടന്ന വാദത്തിൽ ബാങ്ക് നൽകിയ സ്റ്റേ നിലനിൽക്കുന്നതല്ലെന്ന് കോടതിയും വ്യക്തമാക്കിയിരുന്നു. ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച് നടന്ന പരിശോധനയിൽ 9 കോടിയോളം രൂപയുടെ ധനദുർവിനിയോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. 2 ആഴ്ച മുൻപ് ഇത് ചൂണ്ടിക്കാണിച്ച് ബാങ്കിന് സഹകരണ വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തുന്ന വയനാട് ജില്ലാ സമ്മേളനം 18-ന് കൽപ്പറ്റ ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസി പെൻഷൻ 5,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ക്ഷേമനിധി ബോർഡിലുള്ള KK ശങ്കരൻ എന്ന വ്യക്തിയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ മറ്റു വിദേശ പ്രതിനിധികളുണ്ട്. കൂടാതെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവരും സാമൂഹ്യ രംഗത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്.
സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. കൽപ്പറ്റ ടൗൺ ഹാളിലാണ്. ഈ സമ്മേളനത്തിലേക്ക് വയനാട് ജില്ലയിലെ വിവിധ എല്ലാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കർണാടകയിൽ ഇഞ്ചി കൃഷിക്ക് പോയ ആദിവാസി യുവാവിനെ കാണാതായതായി പരാതി. മൂപ്പേനാട് നത്തംകുനി പുൽക്കുന്ന് കോളനിയിലെ ശശിയെയാണ് നവംബർ 26 മുതൽ കാണാതായത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ മേപ്പാടി പോലീസിൽ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഫോൺ നമ്പർ 04936282 കൽപ്പറ്റ ഫയർഫോഴ്സ് സ്റ്റേഷന് സമീപം ഹോട്ടലിലേക്ക് നിയന്ത്രണം വിട്ട ഒമിനി വാൻ ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. മലപ്പുറം സ്വദേശികളായ നിഹാൽ, അലി അഹമ്മദ്, വിഘ്നേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുളിർമാവുകുന്ന് കോളനി റോഡ് ഉദ്ഘാടനം OR കേളു MLA നിർവഹിച്ചു. ആദിവാസി കോളനികളും നിരവധി കുടുംബങ്ങളുടെയും ഏക ആശ്രയമായിരുന്ന റോഡ് വർഷങ്ങളായി ടാറിംഗ് നടത്തിയിരുന്നില്ല. സോളിംഗ് മാത്രമുള്ള റോഡിൽ കാലവർഷത്തിൽ കാൽനടയാത്രയും വാഹനയാത്രയും സാധ്യമായിരുന്നില്ല. MLAയുടെ 2017-18 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് പൂർത്തീകരിച്ചത്. തൃശ്ശേരിയിൽ നിന്നും മുളൻകൊല്ലി കവലയിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണിത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബത്തേരി ഡോൺ ബോസ്കോ കോളേജിൽ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപകാംഗം N വിനോദ് ചന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോയ് ഉള്ളാട്ടിൽ അധ്യക്ഷനായിരുന്നു. സെമിനാറിൽ വിവിധ സർക്കാർ ഇതര സർക്കാർ പ്രതിനിധികളും വിദ്യാർത്ഥികളും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. Is currently the only seminar of this magnitude and purpose conducted so far in Wayanad district. We are into the 4th month since the flood struck Kerala. The repercussions of the deluge is still to wane out. Thousands of affected people are still to get over the shock and loss. Several government and non-governmental agencies are in the fray to assess the extent of the damages and the quantity and quality of their responses and the impact that it has made on the people. നവീകരിച്ച കെല്ലൂർ കാട്ടിച്ചിറക്കൽ മകാം റോഡ് MLA OR കേളു ഉദ്ഘാടനം ചെയ്തു. 38 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. നേരത്തെ 3.5 മീറ്റർ വീതി മാത്രമുണ്ടായിരുന്ന റോഡിന്റെ വീതി 5 മീറ്ററായി ഉയർത്തുകയും 2 കൽവറ്റുകളും സുരക്ഷാ ഭിത്തിയും നിർമ്മിക്കുകയും ചെയ്ത പ്രവൃത്തിയാണ് പൂർത്തിയായത്. മുൻകാലങ്ങളിൽ ഓരോ മഴക്കാലത്തും വെള്ളം കയറി തകർന്നു പോകുമായിരുന്ന റോഡ് ഉയർത്തി നിർമ്മിച്ചതോടെ തകർച്ചയ്ക്ക് പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികളും BJPയും പുതിയ യോദ്ധാക്കളെ കാത്തിരിക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വികസനത്തിന് വയനാട്ടിലെ ജനപ്രിയ നേതാക്കളെ തന്നെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കണമെന്നാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അണികൾക്കിടയിലുള്ള അഭിപ്രായം. ഇത്തവണയെങ്കിലും അത്തരം പേരുകൾ ഉയർന്നുവരാൻ കാത്തിരിക്കുകയാണ് വയനാട്. കുടിയേറ്റ കർഷക മേഖലയായ വയനാട് എപ്പോഴും കൂടുതൽ പിന്തുണച്ചത് UDFനെ മാത്രമാണ്. ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചപ്പോഴും കോൺഗ്രസിനൊപ്പം തന്നെ നിന്നു. വയനാട് ലോക്സഭാ മണ്ഡലം കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളും വണ്ടൂർ, നിലമ്പൂർ, ഏറനാട്, തിരുവമ്പാടി നിയോജക മണ്ഡലങ്ങളും ചേർന്നതാണ്. എന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചിട്ടുകൂടി കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ് വയനാട്ടിലെ മത്സരാർത്ഥികളായി എത്തുന്ന ആക്ഷേപവും പ്രതിഷേധവും വയനാട്ടുകാരിൽ ശക്തമാണ്. ഇടതും വലതും മത്സരാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ വയനാട്ടുകാർക്ക് മുൻതൂക്കം നൽകണമെന്ന ആവശ്യവും ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. വയനാട്ടുകാരുടെ പ്രശ്നം പഠിച്ച് പരിഹരിക്കാൻ വയനാട്ടുകാരനെ തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന ആവശ്യം വയനാട്ടിൽ നിന്നും ഉയരുമ്പോൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും സമാനമായ ആവശ്യമുയരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇടതുമുന്നണി ഘടകകക്ഷിയായ CPIക്കാണ് ഇപ്പോൾ 2 തവണയും മണ്ഡലം നൽകിയിരുന്നത്. മുൻപ് വീരേന്ദ്രകുമാർ വിഭാഗത്തിനാണ് ഈ മണ്ഡലം LDF നൽകിയിരുന്നത്. എന്നാൽ UDFൽ ജില്ലക്കാരനായ സ്ഥാനാർത്ഥിയെ തന്നെ വേണമെന്ന മുറവിളി ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. BJPക്ക് കാര്യമായ വോട്ടിംഗ് ശതമാനം വയനാട്ടിൽ ഇല്ലെങ്കിലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഇത്തരം സമ്മർദ്ദം ഇവർക്കും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അടുത്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്ന് തന്നെ ഉള്ള ഒരു ജനപ്രതിനിധി വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥികളെ ആരെന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വയനാട്ടിലെ മുഴുവൻ പൂർണ്ണമായി തകർന്നിട്ടുള്ള കാർഷിക മേഖലയിലും വികസനപരമായി പിന്നോക്കം നിൽക്കുന്ന വയനാട് ജില്ലയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന്, ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് വയനാട്ടിൽ നിന്ന് തന്നെ വയനാട്ടിൻ്റെ തുടിപ്പറിയുന്ന, ഹൃദയത്തുടിപ്പുകൾ അറിയുന്ന
ഏറ്റവും നല്ല ഒരു പ്രതിനിധികളെ തന്നെ തിരഞ്ഞെടുത്ത് അയക്കുന്നതിന് ആവശ്യമായ നടപടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് വ്യക്തമായി പറയാനുള്ളത്. നമ്മുടെ അടുത്ത 2019 ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ MP സ്ഥാനാർത്ഥി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. അന്യ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആദിവാസി കാർഷിക മേഖലയാണ് നമ്മുടെ വയനാട് ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാടറിയുന്ന ആളുകളായിരിക്കണം. ഇപ്പോൾ ഏത് പാർട്ടിക്കാരായാലും നാടറിയുന്ന ആളാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടെ നന്നാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭൂമിക ട്രസ്റ്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറത്ര ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ ക്ഷീരകർഷകരായ അമ്മദ് ഇടവട്ടൻ, VJ ജോൺ വടക്കേപ്പറമ്പിൽ എന്നിവർക്ക് ഡൊണേറ്റ് എ കൗ പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി പശുക്കളെ വിതരണം ചെയ്തു. പരിപാടി ക്ഷീരവികസന ഓഫീസർ ഹർഷ VS ഉദ്ഘാടനം ചെയ്തു. ഭൂമിക കോർഡിനേറ്റർ പുരുഷോത്തമൻ, സംഘം പ്രസിഡന്റ് KJ ഷിബു, സംഘം സെക്രട്ടറി ലില്ലി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബത്തേരി ടൗണിലും പരിസരങ്ങളിലും കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. സുൽത്താൻ ബത്തേരി, കൈപ്പഞ്ചേരി, ഫയർലാൻഡ് കോളനി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുന്നത്. നിരവധി തവണ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ. വേനൽ കനത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ബത്തേരി ടൗണിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ബത്തേരി ചുങ്കം സ്റ്റാൻഡിന് സമീപം കൈപ്പഞ്ചേരി റോഡിലും ഫയർലാൻഡിൽ താലൂക്ക് ആശുപത്രി റോഡിലുമാണ് ഇപ്പോൾ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത്. വെള്ളം നിരന്തരമായി റോഡിലൂടെ ഒഴുകുന്നതിനാൽ കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പലതവണ ഇക്കാര്യം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറച്ചു കാലങ്ങളായി ഇതിലെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് ബോധ്യപ്പെടുത്തിയിട്ടും അധികാരികളുടെ ഭാഗത്ത് ഒരു ശ്രദ്ധയോ അല്ലെങ്കിൽ അതിന് വേണ്ട തക്ക നടപടികളോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. ഈ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് എത്രയും പെട്ടെന്ന് നന്നാക്കേണ്ടതാണെന്ന് ആവശ്യപ്പെടുന്നു. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ കാരണമാകുന്നത്. അതേസമയം ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാലാണ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതെന്നാണ് അധികൃതർ പറയുന്നത്. വയനാട് വിഷൻ, ബത്തേരി. വടുവഞ്ചാൽ കല്ലിക്കണി അംഗൻവാടി വാർഷികാഘോഷം നടത്തി. മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. യമുന ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ജോളിസ് കറിയ, സുഗതൻ, അജിത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കല്ലോടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മികവാർന്ന വിജയം നേടിയതായി സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 40 പോയിന്റുകൾ കരസ്ഥമാക്കി 8 ഇനങ്ങളിലായി 36 കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് നേടി ജില്ലയുടെ അഭിമാനമായി. ജില്ലാതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചെണ്ടമേളം ടീമിനെ മറികടന്ന് അപ്പീലോടെ പോയ സ്കൂളിലെ ടീം A ഗ്രേഡ് നേടി. ഇവർ മികവാർന്ന വിജയമാണ് കരസ്ഥമാക്കിയത്. വിജയികളെയും അധ്യാപകരെയും മാനേജ്മെന്റും PTA-യും അഭിനന്ദിക്കുന്നതായും ഇവർ അറിയിച്ചു. 2018-19 അധ്യയന വർഷത്തിൽ കല്ലോടി സെന്റ് ജോസഫ് ഹൈസ്കൂളിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉന്നത വിജയം നേടാനായിട്ടുണ്ട്. 8 ഇനങ്ങളിലായി 36 കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ ഉറുദു കഥാരചന, തായമ്പക, ചെണ്ടമേളം, സംസ്കൃത പാഠകം, ഹിന്ദി പ്രസംഗം, ഉറുദു സംഘഗാനം, സംസ്കൃത പ്രഭാഷണം, സംസ്കൃത നാടകം എന്നീ ഇനങ്ങളായിരുന്നു. അതിൽ ഏറെ അഭിമാനിക്കത്തക്കത് ചെണ്ടമേളത്തിന് അപ്പീലോടുകൂടിയാണ് ഞങ്ങൾ പോയത്. കുട്ടികൾ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ടീമിനേക്കാൾ മികച്ച വിജയം A ഗ്രേഡോടുകൂടി ഞങ്ങൾക്ക് വിജയം നേടാനായി സാധിച്ചു. ഇത് നീതിയുടെ വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. വീണ്ടും പ്രധാന വാർത്തകൾ. ഹർത്താലിനെതിരെ വിമർശനവുമായി ഉമ്മൻചാണ്ടി. ജനാധിപത്യപരമായി എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, എന്നാൽ അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കണമെന്നും ഉമ്മൻചാണ്ടി. PK ഗോപാലൻ അനുസ്മരണവും INTUC ജില്ലാ പ്രതിനിധി സമ്മേളനവും കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്തു. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവിക്ക് സ്ഥാനചലനം. സ്ഥാപനത്തിൽ പ്രൊഫസറായി മാത്രം നിലനിൽക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ്. വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി വീണ്ടും സമരത്തിലേക്ക്. മുൻ സമരങ്ങളിലെ ഒത്തുതീർപ്പ് തീരുമാനങ്ങൾ അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് 3ാം ഘട്ട സമരം.
ദ്വാരക സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുടെ ആത്മഹത്യ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന കർമ്മസമിതി. വിദ്യാർത്ഥിയുടെ കുടുംബത്തെ MLA OR കേളു സന്ദർശിച്ചു. ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണത്തിലെ വീഴ്ച മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാട്ടാന ചവിട്ടിക്കൊന്നെന്ന് പ്രചരിപ്പിച്ച ജീപ്പ് ഡ്രൈവറെ കൊന്ന കേസിൽ 4ാം പ്രതി അറസ്റ്റിൽ. അരണപ്പാറ സ്വദേശി ഷാഹുലിനെയാണ് തിരുനെല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. PMKSY പദ്ധതി അട്ടിമറിക്കുന്നു. സബ്സിഡി ലഭിച്ചിട്ട് 2 വർഷം, കർഷകർ ദുരിതത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.